ഹായ് ഫ്രണ്ട്സ്, നല്ല ചെമ്പല്ലിയാണ് നമുക്കിന്ന് മീൻ കറി വയ്ക്കാൻ കിട്ടിയിരിക്കുന്നത്. നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു മുളകിട്ട മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും തന്നെ തേങ്ങ അരക്കുകയോ തേങ്ങാപ്പാലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ വീണ്ടും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മീൻ കറി വയ്ക്കാനായിട്ട് നമുക്ക് 3 ചെമ്പല്ലി എന്ന് പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. നമുക്കിത് തൊലി കളഞ്ഞും അല്ലെങ്കിൽ തൊലി പൊളിച്ച് കളഞ്ഞും നമുക്ക് ഇത് കറി വയ്ക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് അടർത്തിയെടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വരാം. അതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. അതിനുശേഷം ചെതമ്പലെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീൻ അവിടെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 5-10 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഞാനൊരു മീഡിയം സൈസ് 2 സവാള, ഒരു 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കറിവേപ്പിൻ്റെ ഇല. ഇനി നമുക്ക് വേണ്ടത് 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ നല്ല പുളിയുള്ളതായതുകൊണ്ട് 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് 2-4 മാങ്ങ ചേർക്കാവുന്നതാണ്. മാങ്ങ നമ്മൾ തൊലി കളഞ്ഞ് ഇതുപോലെ ഈ ഒരു കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഉടഞ്ഞൊന്നും പോകാത്ത വിധം നല്ല കട്ടിയിലാണ് നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ 5-6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ബ്രൗൺ ഷെയ്ഡിലോട്ടൊന്നും പോകണ്ട. സവാള ഒരു 1/4 ഭാഗം വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇനി മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ അല്ലെങ്കിൽ പെപ്പർ ചതച്ചത് നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ. ഇത്രയും പൊടികൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഈ പൊടികളൊന്ന് നല്ലൊരു മണം വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചെറിയ സ്പൂണിലാണ് നമ്മൾ 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം എല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സവാള ഒരുപാട് വഴന്ന് ഫ്രൈ ആയി പോകരുത്. സവാള ഒരു 1/4 ഭാഗം വഴന്നാൽ മതി. അതിനുശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയും ഈ മസാലക്കൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാങ്ങയുടെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റിനുള്ളിൽ മാങ്ങ നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളും കൂടി നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ്, തിളച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി മെല്ലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് മീനും മാങ്ങയും അരപ്പും എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വേകുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. 5-6 മിനിറ്റിനുള്ളിൽ തന്നെ മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കി പറ്റിച്ചെടുക്കാം. ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുപോലെ സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുതാക്കിയെടുക്കാം. അപ്പം നല്ലൊരു മീൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5-6 ചെറിയ ഉള്ളി നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് വഴറ്റി ഉള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് മൂത്ത് വരുമ്പോൾ നമുക്കിത് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയുടെയും കൂടെ നമുക്ക് വറ്റൽമുളകും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി താളിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള നല്ല മാങ്ങയിട്ട
മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ തേങ്ങ അരച്ചോ പിഴിഞ്ഞോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയാണ്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള നല്ലൊരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഓൾ എന്നൊരു ബട്ടൺ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കാണും. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിൽ അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇനി മീൻ കറി വയ്ക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് അറിയിക്കണേ. See you in next video. Bye bye.